പാർട്ടിയിൽ സജീവ അംഗത്വമുള്ള ആർക്കും മത്സരിക്കാം, ഭാരവാഹിയാകാം എന്നാണ് ബി.ജെ.പിയുടെ പാർട്ടിയുടെ ഭരണഘടന. എന്നാൽ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ്റെ ഭാഗ്യം കൊണ്ടോ ഭരണാധികാരി ഇറക്കിയ ഒരു സർക്കുലറാണ് ഇപ്പോൾ വിവാദത്തിലാകുന്നത്. ആ സർക്കുലറിൽ പറയുന്നു, നിലവിലെ ഭാരവാഹികൾ മാത്രം മത്സരിച്ചാൽ മതിയെന്നാണ് ആ സർക്കുലർ. ഇത് സംഘടനാ വിരുദ്ധമാണ്, പാർട്ടി വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള ഫൗണ്ടേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമായ കെ ശിവദാസൻ രംഗത്തെത്തിയിട്ടുണ്ട്. കെ സുരേന്ദ്രന് ഇഷ്ടമില്ലാത്ത ആരും സംസ്ഥാനത്ത് ഒരു ഘടകത്തിലും ഭാരവാഹിയാകാൻ പാടില്ല എന്ന നിബന്ധനയുടെ ഭാഗമായിട്ടാണ് വരണാധികാരി ഇത്തരമൊരു സർക്കുലർ ഇറക്കിയതെന്നാണ് ശിവദാസന്റെ ആരോപണം. അതുമാത്രമല്ല, ഏകദേശം 500ഓളം ആളുകൾ, അതായത് കഴിവുള്ള മികവുറ്റ പ്രവർത്തകർ, സ്വന്തം ജീവിതം വരെ പാർട്ടിക്ക് വേണ്ടി ബി.ജെ.പി. എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഏകദേശം 500ഓളം ആളുകൾ ഭാരവാഹിത്വത്തിന് ഇപ്പോഴും പുറത്താണ്. അവർക്ക് ഇപ്പോഴും മത്സരിക്കാൻ കഴിയുകയില്ല. അതുമാത്രമല്ല, ഇതിനെതിരെ 7 ജില്ലാ സെക്രട്ടറിമാർ, മുൻ ജില്ലാ സെക്രട്ടറിമാരും 2 മുൻ സംസ്ഥാന സെക്രട്ടറിമാരും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശിവദാസൻ ദേശീയ നേതൃത്വത്തിനാണ് പരാതി നൽകിയിരിക്കുന്നത്. പാർട്ടി കോർ കമ്മിറ്റിയുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. കോർ കമ്മിറ്റിയും അതുപോലെ തന്നെ ഉന്നതതല സമിതിയുമൊക്കെ തീരുമാനിച്ചത് എന്താണ്? ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി അച്ചടക്കത്തോടെ പെരുമാറണം. ഭാരവാഹികളെ നിർണ്ണയിക്കേണ്ടത് വെട്ടിനിരത്തലോ വിഭാഗീയതയോ അതുമാത്രമല്ല ചേരിതിരിവോ ഉണ്ടാകാൻ പാടില്ല. മികവുറ്റ ആളുകൾക്ക് ഭാരവാഹിത്വം നൽകണം എന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന, അതായത് പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന കോർ കമ്മിറ്റിയിലെടുത്ത തീരുമാനം. ആ കമ്മിറ്റി തീരുമാനത്തെയും അട്ടിമറിച്ചു. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും എന്തുമാത്രം ഇടഞ്ഞാണ് നിന്നത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. എന്നാൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ കൈകോർത്തു. എന്തിനാണ്? ശോഭാ സുരേന്ദ്രൻ അറിയാം, കെ സുരേന്ദ്രനുമായി ഇടഞ്ഞു നിന്നാൽ തനിക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റുകൾ കിട്ടില്ല, തനിക്ക് പാർട്ടിയിൽ വീണ്ടും ദുർഗതി ഉണ്ടാകും. താൻ മുമ്പ് 2 വർഷം രാഷ്ട്രീയ വനവാസം നയിക്കേണ്ടി വന്നത് കെ സുരേന്ദ്രൻ ഇടപെട്ടിട്ടാണ്. ഇനി അത് വയ്യ എന്ന് പറഞ്ഞിട്ടാണ് ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രന് ഒപ്പം ചേരുന്നത്. എന്നാൽ പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ്, എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഇപ്പോഴും മറുചേരിയിൽ നിന്ന് ഈ സുരേന്ദ്രപക്ഷത്തെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. സുരേന്ദ്രൻ മാറി എം.ടി. രമേശോ ശോഭാ സുരേന്ദ്രനോ വരണമെന്ന്, അതായത് സംസ്ഥാന നേതൃത്വത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ബി.ജെ.പി. പ്രവർത്തകരും കേരളത്തിലെ തന്നെ RSS അണികളും. എന്നാൽ സുരേന്ദ്രൻ ഇത് വിട്ടൊഴിയുന്ന മട്ടില്ല. കോർ കമ്മിറ്റി എടുത്ത സുപ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം. കാരണം കേരളത്തിലെ 14 ജില്ലകളെ 31ആയി വിഭജിക്കുക, അതായത് 10 ലക്ഷം വീതമുള്ള 10 ലക്ഷം ജനസംഖ്യയുള്ള ഓരോ വിഭാഗമായി തിരിച്ചിട്ട് അവിടങ്ങളിൽ അതൊക്കെ ഒരു ജില്ലയായി കണക്കാക്കി അതിനൊരു പ്രത്യേക പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികൾ അങ്ങനെ ആക്കുക എന്നായിരുന്നു തീരുമാനം. അങ്ങനെ തീരുമാനിച്ച് കൃത്യമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരവും തൃശ്ശൂരും ഈസി ആയിട്ട് പിടിച്ചെടുക്കാം. അതുമാത്രമല്ല, ഏകദേശം 250 ഇടങ്ങളിലെങ്കിലും ബി.ജെ.പി. അധികാരത്തിൽ വരും എന്നൊരു സ്വപ്നം ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. കോർ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു തീരുമാനവും എടുത്തിരുന്നു. എന്നിട്ട് 2026 വരെ സുരേന്ദ്രൻ തന്നെ തുടരുമെന്ന ഒരു ധാരണ എത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ ഫെബ്രുവരിയോടുകൂടി അല്ലെങ്കിൽ ജനുവരി അവസാനത്തോടു കൂടി തന്നെ സംസ്ഥാനത്ത് പുനഃസംഘടന ഉണ്ടാകുമെന്നും സംസ്ഥാന നേതൃമാറ്റം ഉണ്ടാകുമെന്നും വാർത്തകൾ പുറത്തു വന്നു. ശരിക്കു പറഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ മണ്ഡലം ബൂത്ത് തലം മുതൽ തന്നെ പ്രശ്നങ്ങളാണ്. കാരണം നിലവിലെ ഭാരവാഹികൾക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വരണാധികാരിയുടെ തിട്ടൂരം. ഇത് ആർക്കു വേണ്ടിയാണ്? ഇതെന്തിനു വേണ്ടിയാണ്? കാരണം സുരേന്ദ്രനെ ഇഷ്ടമല്ലാത്ത, അനഭിമതനായ, അല്ലെങ്കിൽ സുരേന്ദ്രന് ഇഷ്ടമില്ലാത്തവരും സുരേന്ദ്രന് ഇഷ്ടമില്ലാത്തവരും ഇപ്പോഴും ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്താണ്. അതിന് കളമൊരുക്കുന്നതാണ് ഈ വരണാധികാരിയുടെ സർക്കുലർ എന്ന വിമർശനമാണ് കെ ശിവദാസനും അതുപോലെ തന്നെ 7 മുൻ ജില്ലാ സെക്രട്ടറിമാരും 2 സംസ്ഥാന സെക്രട്ടറിമാരുടെയും പരാതിയുടെ അടിസ്ഥാനം. സുരേന്ദ്രൻ ബി.ജെ.പിയെ അടപടലം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഗതി പിടിക്കാത്തതെന്ന് ചോദിച്ചാൽ ഈ നേതാക്കളൊക്കെ വിരൽ ചൂണ്ടുന്നത് സുരേന്ദ്രനിലേക്കാണ്.